ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മുടെ നഴ്സിംഗിൻ്റെ ഫോർത്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം LBSന് അപ്ലൈ ചെയ്തൊരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അലോട്ട്മെൻറ്റ് മെമോ, റെസിപ്റ്റ് ഓഫ് ടോക്കൺ ഫീ പെയ്ഡ്, അതായത് ടോക്കൺ ഫീ അടച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ SSLCയുടെയും +2ൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ TC, കോൺടാക്റ്റ് ആൻഡ് കോഴ്സ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ. അപ്പോൾ നമ്മുടെ ഈ SSLCയുടെയും +2ൻ്റെയും മാർക്ക് ലിസ്റ്റ് നമ്മൾ ഒറിജിനലാണ് കോളേജിൽ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പ് തന്നെ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒറിജിനൽ കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് അത് തിരിച്ചു കിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുമായിരിക്കും. അപ്പം നമ്മൾ അറ്റസ്റ്റ് കോപ്പി എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എഡ്യൂക്കേഷൻ ലോണിനൊക്കെ അറ്റസ്റ്റഡ് കോപ്പി വേണം. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ LBSൻ്റെ പ്രോസ്പെക്റ്റീവിൽ ഒരു ഫോമാറ്റ് ഉണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചാൽ മതി. ഡോക്ടർ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സൈൻ ചെയ്ത് തരും. പിന്നെ പാസ്പോർട്ട് സൈസ് ആൻഡ് സ്റ്റാമ്പ് സൈസ് ഫോട്ടോസ് വേണം. അത് പല കോളേജിലും എത്ര എണ്ണം വേണം എന്നുള്ളത് പറയും. അത് നിങ്ങൾക്ക് കോളേജിൽ വിളിച്ച് ചോദിക്കാം, എത്ര എണ്ണം കൊണ്ടുവരണമെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ, ഇതുപോലെയുള്ളതിൻ്റെയൊക്കെ കോപ്പി. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഈ വാക്സിൻ എടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോളേജിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാം. അവരത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ.